പ്ലീസ് ആദി, നിന്റെ ഒപ്പമുള്ള ജീവിതം ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടു. എനിക്ക് നിന്റെ കൂടെ ജീവിച്ചാൽ മതി. ആദി, നിനക്കെന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞത് കാര്യമായിട്ടാണോ? എന്നെ ഇത്ര അവോയ്ഡ് ചെയ്യാൻ മാത്രമേ ഞാൻ എന്ത് തെറ്റാ ആദി ചെയ്ത? പക്ഷേ ഇനി ഇവിടേക്ക് ഒരു തിരിച്ചുവരവുണ്ടാവില്ല. ഞാൻ പോയാലും നിങ്ങൾ രണ്ടാളും ഈ റൂമിൽ തന്നെ വേണം, എൻ്റെ ഓളുടെയും ഓർമ്മയ്ക്കായിട്ട്. ഇന്നലെ മുതൽ ഞാൻ അവനെ അന്വേഷിക്കുകയാണ് സാറേ. വിളിച്ചിട്ടാണ് അവൻ ഫോൺ എടുക്കുന്നത്. നീ ഒരു തവണ കൂടി വിളിച്ചോക്കാവനെ. സാറേ, മൂഡിനനുസരിച്ച് ഡയലോട്ടോ മാറ്റുന്നവനാ. ആണോ? നീ ഇന്നല്ലേ അവളുടെ ആ ജന്നയുടെ കല്യാണം എന്ന് പറഞ്ഞത്? അവനിനി നിരാശടിച്ച് വല്ലതും ചെയ്യൂടാ. ആരുടെ ഫോട്ടോ എടുക്കുന്നേ? വലിയ തേപ്പുകാരനാണല്ലേ. ഓളായതുകൊണ്ട് കുഴപ്പമില്ല. എന്നോടൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ പിച്ചാത്തിയേറ്റ് തന്നെ ഞാൻ. ശരി, പോട്ടെ. എന്താ ഒരു ചുറ്റിക്കളി? എന്തേ? നീയും ഫർസാനായിട്ടുള്ള കണ്ണും കളിയൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഞാനിതൊന്നും അറിയത്തില്ലെന്നാണോ നീ കരുതിയത്? സ്നേഹിച്ച പെണ്ണിന്റെ കല്യാണത്തിന് തന്നെ ഇത് വേണോടാ? പിന്നെ നീ എന്താ വിചാരിച്ചത്? ഞാൻ മാനസമാന്യം പാടി നടക്കുന്നു. പക്ഷെ ഇങ്ങനെ ഒരു സീൻ ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് നിന്റെ കയ്യിൽ നിന്ന്. എന്തൊക്കെ ബഹളായിരുന്നു. ഉമ്മാനെപ്പോലൊരു പെൺകുട്ടി, മാലപ്പുറം കത്തി അമ്പും വില്ലും. നീ അസല് തേപ്പുകാരനാടാ ആദി. നീ ഒന്ന് പോടി. അസ്കർ, നിക്ക്. ആ നിക്കാഹ് അംഗീകരിക്കപ്പെടൂല. നിങ്ങളെ ഈ വീട്ടിൽ അംഗായി കണ്ടതാ ഞാൻ ചെയ്ത തെറ്റ്. എന്റെ പോയിട്ട് ഭാവി പോയില്ലേ? അതിനെന്തെങ്കിലും വഴിയുണ്ടോ നിങ്ങളുടെ കിതാബിലി? എന്റെ മോനെ വിളിക്ക്, എന്നിട്ട് ഓന് കെട്ടിച്ചു കൊടുക്ക്. അതിന് പറ്റുവാണക്ക്. എന്തേ? അല്ല, എന്റെ സ്വന്തം പാപ്പി അല്ലല്ലേ? സത്യം പറ, ആരാ എന്നെ പ്രസവിച്ചത്? എന്നോടൊരു വാക്ക് പറയാനില്ല ഞാൻ സ്വന്തം മോളല്ലാന്ന്. 1000 വട്ടം പറഞ്ഞതല്ലേ എനിക്ക് നിക്കാഹ് വേണ്ടെന്ന്. എന്നിട്ടും എന്നെ നിർബന്ധിച്ച് സമ്മതിപ്പിച്ചത് ഇതിനു വേണ്ടിയിട്ടായിരുന്നു. പറയൂ വാപ്പി, പറ. ആദിൽ അസ്കർ എന്റെ മോനാ. എന്റെ ചോരയിൽ പിറന്ന എന്റെ മോൻ. കടം കയറി നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. നാട് വിടുക എന്നില്ല, എൻ്റെ മുന്നിൽ വേറെ വഴിയുണ്ടായിരുന്നില്ല. ആ യാത്രയിൽ വെച്ച് പരിചയപ്പെട്ട ഒരു വലിയ മനുഷ്യൻ എൻ്റെ കടങ്ങളെല്ലാം വീട്ടാനുള്ള പണം തന്നു. പക്ഷേ എനിക്കതിന് പകരം നൽകേണ്ടി വന്നത് എൻ്റെ ജീവിതം തന്നെയായിരുന്നു. കടങ്ങളെല്ലാം വീട്ടിൽ തിരിച്ചെത്തി അന്ന് രാത്രി എനിക്കെല്ലാ സത്യങ്ങളും സുഹറയോട് പറയേണ്ടി വന്നു. അവൾക്കത് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. എൻ്റെ മോനും കൂടി എന്നെ വെറുത്തപ്പോൾ
അവനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. ആദിയെ മാധവൻ്റെ കൈകളിൽ ഏൽപ്പിച്ച് ഞാൻ ഗൾഫിലേക്ക് പോയെന്ന് വരുത്തി തീർത്തു. ജെന്നെ ഇവൻ ഇഷ്ടമാണെന്ന് പറയുമ്പോഴും എനിക്കറിയായിരുന്നു ഇവൻ എൻ്റെ മോനാണെന്ന്. ജന്ന ഞങ്ങളുടെ സ്വന്തം മോളല്ലെങ്കിലും ഇവനാണ് അവളെ സ്നേഹിക്കുന്നത് അറിഞ്ഞപ്പോൾ എന്തോ എനിക്കത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ സമ്മതിക്കാതിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നു, ജന്നയെ കെട്ടാൻ പോകുന്നത് ഇവനാ, എൻ്റെ മോൻ. ഈ കാണുന്ന ആൾക്കാരെയൊക്കെ മുന്നിൽ വെച്ച് സ്വന്തം മോനാന്ന് പറഞ്ഞില്ലേ, അത് മതി. പിന്നെ ജന്ന, അവളെനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായത് അവളെൻ്റെ പെങ്ങളാന്ന്. അതിനുശേഷം ദാ അവൾക്കൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് ഇവിടെ, പെങ്ങളായിട്ട്. ഈ നിൽക്കുന്ന സിനാനുണ്ടല്ലോ, എനിക്കറിയാം ഓനോളെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഓന് നിൽക്കാതെ കൊടുത്താൽ മതി. മോനെ, ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലായി. എന്നെ ഒഴിവാക്കാൻ ഇതായിരുന്നൂലേ കാരണം. എന്നോടൊരു വാക്ക് പറയായിരുന്നില്ലേ? ഞാൻ എത്രമാത്രം ടെൻഷൻ അടിച്ചു. അത് നീ നിന്റെ വാപ്പിനെ വെറുത്താലോ എന്ന് വിചാരിച്ചിട്ടാ. ഇപ്പൊ ഞാൻ സ്വന്തം പെങ്ങളല്ലാന്ന് മനസ്സിലായില്ലേ? പിന്നെ എന്തിനാ അവിടെ അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞേ? എന്തോ ഇപ്പോഴും നീ എൻ്റെ മനസ്സിലൊരു പെങ്ങളാന്നൊരു തോന്നുന്നു. ഓലക്ക, ഏതോ സ്ത്രീ പ്രസവിച്ച ഏതോ ഒരു പെണ്ണ്, അങ്ങനെ കണ്ടാ മതി. എനിക്ക് ആദ്യം വേണം. ഹായ്. ഹാപ്പി മാരീഡ് ലൈഫ് ജെന്നുട്ടി. അതെ, ഹലോ. ഹലോ. ഇതെന്റെ കസിനാണ്. എനിക്കറിയാം. ഹായ്. പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആയി. ഇപ്പൊ ജെന്നുക്കുട്ടി ഹാപ്പി ആയില്ലേ? പിന്നല്ലേ. ആദ്യം ഹാപ്പി അല്ലേ? എന്നാ നമുക്കൊരു സെൽഫി എടുക്കാം അല്ലേ? ആ, എടുക്കാലോ. ഒരു മിനിറ്റ്, ക്യാമറ ഓൺ ആക്കട്ടെ. എടുക്കാം. ചേർന്ന് നോക്ക്. ഈ റിംഗ് ടൂൺ ഇതൊരു മാറ്റിയില്ലേ? ശ്ശോ. എടുക്കാം അല്ലേ? ഓക്കേ. അപ്പൊ ശരി, ബൈ. പോട്ടെ എന്നാ. ആ ഓക്കെ. ആ എന്താടാ? എടാ അത് നീ എവിടെയാണ്? ചെട്ടി. ഞാൻ നിന്നെ എത്ര തവണ വിളിച്ചടാ? ഡാ, അതെ. നീ തിരിച്ചു പോയോ? അവളെ കിട്ടുന്നത് പണ്ടാരം തുടങ്ങി ചാവൂടാ. അതിനുള്ള കൂടോത്രം ഞാൻ ചെയ്തിട്ടുണ്ട്. യ്യോ, ഹായ്. നീ വാട്സപ്പ് ഓക്കെ? അടാ, അപ്പൊ നിന്റെ തന്തയല്ലേ അവളുടെ തന്ത? ഗ്രേറ്റ് ഫാദർ. എന്താ? നിന്റെ തന്തയല്ല എന്റെ തന്ത.